അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാൻ തിരുവനന്തപുരത്തെ സ്വകാര്യ ചികിത്സാ കേന്ദ്രത്തിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതിയുടെ 9 വിരലുകൾ മുറിച്ചുമാറ്റിയ വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഇതിനു പിന്നാലെയാണ് തലമുടി പിടിപ്പിക്കൽ ചികിത്സയ്ക്ക് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് കൊച്ചിയിൽ യുവാവിന്റെ തലയിലെ ചർമ്മം പൂർണ്ണമായി നഷ്ടമായെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ 2 സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഇത്തരം ചികിത്സകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വിദഗ്ധ ഉപദേശം തേടണമെന്നാണ്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളും മറ്റും കണ്ട് ഇത്തരം ചികിത്സകളിലേക്ക് കടക്കരുതെന്ന പാഠമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയകൾ മികച്ച സൗകര്യങ്ങളും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനമുള്ളതുമായ ആശുപത്രികളിൽ തന്നെ നടത്തണം. ഇത്തരം ശസ്ത്രക്രിയകൾ അപകടകരമല്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. UST ഗ്ലോബലിലെ വനിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് MS നീതുവിന് നടത്തിയ ശസ്ത്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായോ എന്നാണ് സംശയിക്കുന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. വയറിലെ കൊഴുപ്പ് ചർമ്മത്തിന് തൊട്ടു താഴെയുള്ള പാഡിംഗ് പാളിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വയറിനുള്ളിൽ ഇത് ആഴത്തിൽ മറ്റ് ആന്തരിക അവയവങ്ങളെയും ചുറ്റിപ്പറ്റിയുണ്ടാകും. വയറിലെ കൊഴുപ്പ് അമിതമാകുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം, രക്തത്തിലെ കൊഴുപ്പിന്റെ അളവ്, ഉറക്കക്കുറവ്, ഹൃദ്രോഗം, ചിലതരം ക്യാൻസർ, ഫാറ്റി ലിവർ, സ്ട്രോക്ക് എന്നിവയ്ക്ക് വഴി വെച്ചേക്കാം. വ്യായാമം വഴി വയറ്റിലെ പേശികളെ ശക്തിപ്പെടുത്തുകയാണ് ശസ്ത്രക്രിയ ഒഴിവാക്കാനുള്ള ഫലപ്രദമായ മാർഗമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സാധ്യമല്ലാതെ വരുമ്പോഴാണ് പലരും ചികിത്സയിലേക്കും ശസ്ത്രക്രിയയിലേക്കും മാറുന്നത്. അടിവയറ്റിലെ കൊഴുപ്പ് വലിച്ചെടുക്കാൻ വലിയ മർദ്ദം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വയറിലെ ഞരമ്പുകൾ തുറക്കാനും അതിലേക്ക് കൊഴുപ്പ് കയറാനും സാധ്യതയുണ്ട്. ഇത് ശ്വാസകോശത്തിൽ എത്തി ശ്വാസം തടസ്സം സൃഷ്ടിക്കും. തുടർന്ന് ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചേക്കാം. കൊഴുപ്പ് വലിച്ചെടുക്കുന്നത് സാധാരണ ചികിത്സയാണ്. വലിയ മർദ്ദം ഉപയോഗിക്കുന്നതിനാൽ ഏതു നിമിഷവും റിസ്ക് ഉണ്ടാകാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നീതുവിന്റെ ഇടതുകാലിലെ 5ഉം ഇടതുകൈയിലെ 4 വിരലുകളാണ് നീക്കിയത്. മുറിവുണങ്ങാത്ത അടിവയറിലെ തൊലി വെച്ചുപിടിപ്പിച്ചു. വലതുകാലും കൈയും ചികിത്സിച്ചു ഭേദമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡോക്ടർമാർ. മുടി വെച്ചുപിടിപ്പിക്കലും അത്രയധികം ശ്രദ്ധ വേണ്ട കാര്യം തന്നെയാണ്. ലോകമെമ്പാടും 67% സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ മുടി കൊഴിച്ചിലിനെ കുറിച്ച് ആകുലപ്പെടുന്നവരാണ്. മുടി കൊഴിച്ചിലും കഷണ്ടിയുമെല്ലാം ഒരാളുടെ ആത്മവിശ്വാസത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ഈ പ്രശ്നത്തെ നേരിടാൻ പലരും പല വഴികൾ പരീക്ഷിക്കാറുണ്ടെങ്കിലും അതിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ പരിഹാരമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ, ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നിങ്ങനെ 3 തരത്തിലുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റ് രീതികളാണ് നിലവിലുള്ളത്. FUTയിൽ തലയുടെ പിൻഭാഗത്ത് നിന്ന് ശിരോചർമ്മത്തിന്റെ നേർത്ത പാളി ശസ്ത്രക്രിയയിലൂടെ എടുത്ത് അവയിൽ നിന്ന് ഹെയർ ഫോളിക്കുകൾ ഓരോ യൂണിറ്റായി വേർതിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഡോണർ ഏരിയയെ തുന്നിച്ചേർത്ത് വെക്കും. FUയിൽ ഡോണർ ഏരിയയിൽ നിന്നും വട്ടത്തിലൊരു മുറിവുണ്ടാക്കി ഹെയർ ഫോളിക്കുകൾ നീക്കം ചെയ്ത ശേഷം FUT സങ്കേതത്തിലെ പോലെ ആവശ്യമുള്ളിടത്തിൽ നട്ടുപിടിപ്പിക്കും. ഏറ്റവും അത്യാധുനിക സാങ്കേതികമായ DHIയിൽ ഡോണർ ഭാഗത്ത് നിന്നും നീക്കം ചെയ്യുന്ന ഹെയർ ഫോളിക്കുകൾ അതിസൂക്ഷ്മവും അത്യാധുനികവുമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നട്ടുപിടിപ്പിക്കും. ഫോളിക്കുകളുടെ ആഴം, ആംഗിൾ, ദിശ എന്നിവ സംബന്ധിച്ച് സർജന്മാർക്ക് കൂടുതൽ നിയന്ത്രണമുള്ളതിനാൽ സ്വാഭാവികമായ ഫലം ഇതിൽ ലഭിക്കും. വേഗത്തിൽ മുറിവുണങ്ങുമെന്നും തുന്നലുകളോ പാടോ വേദനയോ ഒന്നുമില്ല എന്നും ഈ രീതിയുടെ പ്രത്യേകതയാണ്. ലോക്കൽ അനസ്തേഷ്യ നൽകി ചർമ്മരോഗ വിദഗ്ധരായ സർജന്മാർ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തും. കൃത്യവും സൂക്ഷ്മവുമായ ഉപകരണങ്ങളും മാർഗങ്ങളും ഉപയോഗിച്ച് തലയുടെ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ എടുക്കുന്ന ഹെയർ ഫോളിക്കുകളാണ് കഷണ്ടിയുള്ള ഭാഗത്ത് വെച്ചുപിടിപ്പിക്കുന്നത്. എന്നാൽ സനലിന് സംഭവിച്ചത് വ്യത്യസ്തമായിരുന്നു. തലമുടി പിടിപ്പിക്കൽ ചികിത്സയ്ക്ക് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് വൈപ്പിൻ ചെറായി സ്വദേശിയും എളമക്കര കീർത്തി നഗറിലെ താമസക്കാരനുമായ ചെറുപറമ്പിൽ സനലിനാണ് ഗുരുതരാവസ്ഥയായത്. 1/2 ഡസനോളം ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർമാർ ചർമ്മത്തിലെ പഴുപ്പ് നിയന്ത്രണ വിധേയമാക്കിയത്. ഇനിയും തുടർ ശസ്ത്രക്രിയകൾ ആവശ്യമാണ്. തലയിൽ പഴുപ്പ് നീക്കം ചെയ്യുന്നതിനായി ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രത്യേക യന്ത്ര സംവിധാനം ഘടിപ്പിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുടി വെച്ചുപിടിപ്പിക്കലിന് സനൽ വിധേയനാകുന്നത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അസഹനീയമായ തലവേദന ഉണ്ടായതിനെ തുടർന്ന് സ്ഥാപനവുമായി ബന്ധപ്പെട്ടെങ്കിലും വേദന സംഹാരിക ഗുളികകൾ നൽകുകയായിരുന്നു. ഇവർ നൽകിയിരുന്ന മറ്റു ചില മരുന്നുകൾ കഴിച്ചതിനെ തുടർന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ ഉയർന്നു. മുടി പിടിപ്പിച്ച ഭാഗത്ത് പഴുപ്പുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സ്ഥാപനാധികൃതർ ഗൗനിച്ചില്ല എന്നാണ് ആക്ഷേപം. പിന്നീട് സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. മുടി വെച്ചുപിടിപ്പിച്ച ഭാഗത്ത് അണുബാധയും മാംസം തിന്നു തീർക്കുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു. അപ്പോഴേക്കും തലയുടെ മുകൾ ഭാഗത്തെ തൊലി നഷ്ടമായി തലയോട് പുറത്ത് കാണാവുന്ന രീതിയിൽ ആയിരുന്നു. തുടയിൽ നിന്നെടുത്ത തൊലി കുറച്ചു ഭാഗത്ത് വെച്ചുപിടിപ്പിച്ചുവെങ്കിലും ഇനിയും ദീർഘകാലത്തെ ചികിത്സ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. 1/2 ലക്ഷത്തോളം രൂപയാണ് മുടി വെച്ചുപിടിപ്പിക്കുന്നതിനായി സ്ഥാപനം ഈടാക്കിയത്. തുടർന്നുണ്ടായ ചികിത്സയ്ക്ക് ഇതുവരെ 9 ലക്ഷത്തിലേറെ രൂപ ചിലവിട്ടു കഴിഞ്ഞു.
സ്ഥാപനത്തിനെതിരെ സനൽ തേവര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അനുനയ നീക്കങ്ങളുമായി സ്ഥാപന ഉടമകൾ സമീപിച്ചെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം.